അപ്പോൾ നമ്മുടെ ഫേസിനെ ഒരു 3D സ്ട്രക്ചറായിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. അപ്പോൾ ആ 3D സ്ട്രക്ചറിൽ ഫ്രണ്ട് പ്രൊഫൈലിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ നോസാണ്, നമ്മുടെ മൂക്കാണ്. അതായത് നിങ്ങൾ മൊത്തത്തിൽ നമ്മുടെ ഫേസ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ മൂക്കായിരിക്കും. മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ലെവലിൽ പിടിച്ചു നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്നത് നമ്മുടെ മൂക്കാണ്. ഒബ്വിയസ്ലി അതെല്ലാവരുടെയും അങ്ങനെയാണ്. സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഷേപ്പ് തരുന്നത്, നമ്മുടെ മുഖത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ളൊരു ഷേപ്പ് ഇങ്ങനെ നമ്മൾ വരച്ച് നോക്കുമ്പോൾ ആ ഒരു ഷേപ്പ് തരുന്നത് നമ്മുടെ മൂക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമൊട്ടാകെ വർഷം ഏകദേശം 40 ലക്ഷത്തോളം റിനോപ്ലാസ്റ്റി സർജറികൾ നടക്കുന്നത്. റിനോപ്ലാസ്റ്റി സർജറി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം, നമ്മുടെ മൂക്ക് സംബന്ധമായിട്ടുള്ള സർജറിയാണ് റിനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അത് കോസ്മെറ്റിക് സർജറി ആയിട്ടും പിന്നെ ശ്വാസതടസ്സമുള്ള ആളുകളിൽ ശ്വാസതടസ്സം നീക്കം ചെയ്യാനായിട്ട് നോസ്ട്രിൽസിൻ്റെ വളവും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് റിനോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 40 ലക്ഷം സർജറി ലോകമെമ്പാടും നടക്കുന്നതിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ മാത്രം ഒരു വർഷം 8,50,000-ഓളം റിനോപ്ലാസ്റ്റി സർജറികൾ നടക്കുന്നുണ്ട്. അതായത് മൂക്കിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സൗന്ദര്യവർദ്ധനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് ഏകദേശം 8,50,000 പേരാണ് ഒരു വർഷം റിനോപ്ലാസ്റ്റി സർജറി ചെയ്യുന്നത്. നമ്മുടെ ജനങ്ങൾ മൂക്കിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി എത്രത്തോളം കോൺഷ്യസ് ആണെന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. മൂക്കിനെ പറ്റി പറയുമ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് മൂക്കുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല, കാരണം അത്രത്തോളം വെറൈറ്റി ടൈപ്പ് മൂക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 ടൈപ്പ് മൂക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മൂക്ക് ചിലപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന 10 ടൈപ്പിൽ പെടണമെന്നില്ല. കാരണം ചിലപ്പോൾ ഇതിൽ പറയുന്ന 1-2 മൂക്കുകളുടെയൊക്കെ കോമ്പിനേഷനും കൂടി ആവാം നിങ്ങളുടെ മൂക്ക്. സോ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് മൂക്കുകളാണ്. അതിൽ പ്രധാനപ്പെട്ട 10 ടൈപ്പ് മൂക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് മൂക്കുകളെ കുറിച്ച് പറയുന്നതെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. മൂക്കിനെ പറ്റി അറിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തെ പറ്റിയും നമ്മുടെ അവയവങ്ങളെ പറ്റിയും ഒക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ അത് നമുക്ക് മറ്റ് പല രീതികളിൽ പ്രയോജനപ്പെടും. അതുപോലെ പല പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവനവനെ തന്നെ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നത് ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കാണാൻ താല്പര്യമുള്ളവർക്ക് തുടർന്ന് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അഹങ്കാരമായിട്ട് പറയല്ല, ഞാനിപ്പോൾ ഒരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പലരും പല ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പലരും ചിന്തിക്കും ഇപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയും ലോകത്ത് വേറെ എന്തൊക്കെ കാര്യമുണ്ട് ഇതിനെപ്പറ്റി പറയാൻ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ലോകത്ത് എന്തോരം വീഡിയോകളും മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലേ അത് പോയി കാണാം. ഇത് താല്പര്യമുള്ള കുറച്ച് ആളുകളുണ്ട്, അവർ കണ്ടോട്ടെ. ഇപ്പം ഞാനൊരു വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം, എനിക്കിവിടെ അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. ഇതെൻ്റെ ഒരു ഹോബിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ യൂട്യൂബും അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ഒരാളേ അല്ല. എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പം എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ ഇതെൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ഹോബി. എൻ്റെ ഒരു ഫ്രീ ടൈമിൽ എനിക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കാൻ കിട്ടുന്ന, അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതായിട്ടാണ് ഞാൻ ഈ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയൊക്കെ കാണുന്നത്. സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ മൂക്ക് ഓരോരുത്തർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ എത്നിസിറ്റി, അതുപോലെ തന്നെ അവരുടെ റേസ്, ഇതൊക്കെ അനുസരിച്ച് മാറി ഷേപ്പ് മാറി വരും. ഇപ്പം നമ്മുടെ കാര്യം പറയുകയാണ്, നമ്മളൊരു ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരുടെ കാര്യം പറയുമ്പോൾ ഒരു 10 ഇന്ത്യക്കാരെ എടുത്തു കഴിഞ്ഞാൽ 10 ഇന്ത്യക്കാരും 10 നിറത്തിലുള്ളവരും 10 ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ആളുകളുമായിരിക്കും. കാരണം അത്രത്തോളം മിക്സിംഗ് ആണ് നമ്മുടെ ഇന്ത്യൻ ജനതയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ നോസ് ഷേപ്പ് ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം വെറൈറ്റി നോസസ് നമുക്ക് ഇടയിലുണ്ടെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെന്തായാലും എൻ്റെ നോസിൻ്റെ ഷേപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ സൈഡ് പ്രൊഫൈല്, അതായത് എൻ്റെ നോസിൻ്റെ സൈഡ് പ്രൊഫൈല്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വളരെ സ്ട്രെയിറ്റ് ആൻഡ് ലോങ് ആയിട്ടുള്ള നോസ് ബ്രിഡ്ജാണ്. അതായത് നീണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളവുകളില്ലാത്ത നീണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള നോസ് ബ്രിഡ്ജാണ്. അതുപോലെ തന്നെ എൻ്റെ നോസ് ടിപ്പ്, അതായത് മൂക്കിൻ്റെ ഈ അഗ്രഭാഗം, അത് ഭയങ്കര ഷാർപ്പും പോയിൻറ്റിയുമാണ്. റൗണ്ടഡ് അല്ല, അത് പോയിൻറ്റിയാണ്. നല്ല രീതിയിൽ ഷാർപ്പായിട്ടുള്ള പോയിൻറ്റിയാണ് നോസ് ടിപ്പ്. എൻ്റെ നോസ്ട്രിൽസ് തിന്നാണ്, ഒരുപാട് വലിയ നോസ്ട്രിൽസ് അല്ല, ചെറിയ നോസ്ട്രിൽസ് ആണ്. വണ്ണമില്ലാത്ത നീണ്ട് ഒതുങ്ങിയ നോസ്ട്രിൽസ് ആണ്. ഇതാണ് എൻ്റെ നോസിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂക്കുകളെ വിളിക്കുന്നതാണ് ഗ്രീക്ക് നോസ്. അതായത് നമ്മൾ ഈ ഗ്രീക്ക് ദേവന്മാരുടെ സ്കൾപ്ചർ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും
അപ്പോൾ അവർ കൊത്തി വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള മൂക്കുകളാണ് ആ ഗ്രീക്ക് ദേവന്മാരുടെ പിക്ചേഴ്സിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മൂക്കുകളെ ഗ്രീക്ക് നോസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മൂക്കുകൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് യൂറോപ്യൻസിലാണ്. അതുപോലെ തന്നെ ചില അറബ് രാജ്യങ്ങളിലെ ചില അറബ്സിലും ഇങ്ങനെയുള്ള നോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പൊതുവെ ഇത് വളരെ റെയറാണ്. കേരളത്തിൽ വളരെയധികം റെയറാണ്. ഇന്ത്യയിൽ പൊതുവെ ഇങ്ങനെയുള്ള മൂക്കുകൾ റെയറായിട്ടേ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള നോസ് ഷേപ്പ് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ നോസിൻ്റെ ആകൃതി തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ജോലൈനാണ് എൻ്റേത്. അപ്പോൾ എൻ്റെ സൈഡ് ബേൺസും ഞാൻ അതിനനുസരിച്ച് ഷാർപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡ് പ്രൊഫൈലിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ ഈ നോസിൻ്റെ ഷേപ്പും എൻ്റെ ജോലൈനും ഈ സൈഡ് ബേൺസും എല്ലാം കൂടെ ഒരു യൂണിഫോമിറ്റി കിട്ടും. അപ്പോൾ അത് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ലുക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നല്ലൊരു ഷാർപ്പ് ലുക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രീക്ക് നോസ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക പുരുഷന്മാരിലാണ്. സ്ത്രീകളിൽ ആപേക്ഷികമായി പുരുഷന്മാരെക്കാളും വളരെയധികം കുറവാണ് നമുക്ക് ഈ ഗ്രീക്ക് നോസ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്ത നോസ് ടൈപ്പിലേക്ക് പോകാം. അടുത്തത് റോമൻ നോസാണ്. റോമൻ നോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീക്ക് നോസ് പോലെ തന്നെ നോസ് ബ്രിഡ്ജിന് അത്യാവശ്യം നീളം ഉണ്ടാവും. പക്ഷേ നോസ് ബ്രിഡ്ജിലായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒടിവുണ്ടാവും, ഒരു മടക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു വളവുണ്ടാവും. അതിനാണ് റോമൻ നോസ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രീക്ക് നോസിൽ നോസ് ടിപ്പ്, അതായത് മൂക്കിൻ്റെ അഗ്രഭാഗം ഷാർപ്പായിട്ടുള്ളതാണെങ്കിൽ റോമൻ നോസിലേക്ക് വരുമ്പോൾ അത് റൗണ്ടഡ് ആയിരിക്കും, കുറച്ച് വളഞ്ഞ് കേർവി ആയിട്ടുള്ള നോസ് ടിപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റോമൻ നോസുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷാറുഖ് ഖാന് റോമൻ നോസാണ്, ടൈഗർ ഷ്രോഫിന് റോമൻ നോസാണ്, രൺബീർ കപൂറിന് റോമൻ നോസാണ്. അവർക്കെല്ലാം ഈ നോസ് ബ്രിഡ്ജിൽ ഒരു ഡോർസൽ ഹമ്പ് നമുക്ക് കാണാൻ പറ്റും. ഒരു മുഴ പോലെ നോസിൽ, അല്ലെങ്കിൽ ഒരു വളവ് പോലെ, ഒരു ബൾജിങ് പോലെ അവരുടെ നോസ് ബ്രിഡ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ റോമൻ നോസുള്ളതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ ഡോർസൽ ഹമ്പ് കളയാനായിട്ട് സർജറീസ് ഒരുപാട്, റിനോപ്ലാസ്റ്റി സർജറീസ് ഒരുപാട് ചെയ്യാറുണ്ട്. അടുത്തത് ബട്ടൺ നോസാണ്. ബട്ടൺ നോസ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്ത്രീകളിലാണ്. വളരെ ചെറിയ നോസാണ് ഈ ബട്ടൺ നോസ് എന്ന് പറയുന്നത്. നോസ് ബ്രിഡ്ജിൻ്റെ നീളം വളരെ കുറവായിരിക്കും. റൗണ്ടഡ് നോസ് ടിപ്പ് ആയിരിക്കും. നോസ്ട്രൽസും നോസ് ടിപ്പും എല്ലാം റൗണ്ടഡ് ആയിരിക്കും. ഹോക്സ് ബീക്ക് പോലെ വളഞ്ഞ മൂക്കായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഹോക്ക് നോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ നോസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോക്ക് നോസാണ്. അതുപോലെ പൃഥ്വിരാജിൻ്റെ നോസ് നോക്കുകയാണെങ്കിൽ അതും ചെറിയ രീതിയിൽ ഒരു ഹോക്ക് നോസാണ്, ഒരു വളവ് അദ്ദേഹത്തിൻ്റെ മൂക്കിനുണ്ട്. അടുത്ത ടൈപ്പിലേക്ക് പോകുമ്പോൾ വൈഡായിട്ടുള്ള നോസ്ട്രിൽസ് ആണ്. അതുപോലെ ബ്രോഡായിട്ടുള്ള നോസ് ബ്രിഡ്ജ് ആണ്. അതായത് മൂക്കിൻ്റെ നമ്മൾ ശ്വാസം എടുക്കുന്ന ദ്വാരത്തിന് നല്ല രീതിയിലുള്ള വൈഡായിരിക്കും. അതുപോലെ നോസ് ബ്രിഡ്ജ്, നമ്മുടെ ഈ മൂക്കിൻ്റെ പാലവും നല്ല രീതിയിൽ വീതി ഉണ്ടാവും. അതുപോലെ നോസ് ടിപ്പ്, മൂക്കിൻ്റെ ഈ അറ്റഭാഗം തടിച്ചുരുണ്ടതായിരിക്കും. ഇതിനെ വൈഡ് നോസ് എന്നാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഈ ടൈപ്പ് വൈഡ് നോസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ ദ്രവീഡിയൻ ഒറിജിൻ ശരിക്കും ഉള്ളത്, ബാക്കിയെല്ലാം മിക്സപ്പാണ്. അപ്പോൾ ഈ ദ്രവീഡിയൻ ഒറിജിനിൽ വരുന്നതാണ് ഈ വൈഡ് നോസ്. അതുപോലെ ഇനി അങ്ങോട്ട് പറയാൻ വന്ന കുറേ നോസ് ടൈപ്പൊക്കെ നമുക്ക് ദ്രവീഡിയൻ ഒറിജിൻസിൽ കാണാൻ പറ്റുന്ന നോസുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം, തമിഴ്നാട് അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വളരെയധികം അങ്ങനെയുള്ള മൂക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് പിഗ്ഗി നോസ് ആണ്. പിഗ്ഗി നോസ് എന്ന് പറയുമ്പോൾ നോസ് ബ്രിഡ്ജിൻ്റെ നീളം കുറവായിരിക്കും. അതായത് മൂക്കിൻ്റെ നീളം വളരെ കുറവായിരിക്കും. നല്ല രീതിയിൽ ഉരുണ്ട മൂക്കായിരിക്കും. അതുപോലെ നോസ് ടിപ്പ് മൂക്കുകളിലേക്ക് ഉയർന്നിരിക്കും. നോസ്ട്രിൽസ്, അതായത് ഈ മൂക്കിൻ്റെ ദ്വാരമായിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നേരെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ 2 ദ്വാരം നമുക്ക് ശരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് കാണാൻ പറ്റും. അതിനാണ് പിഗ്ഗി നോസ് എന്ന് പറയുന്നത്. അടുത്തത് ആഫ്രിക്കൻ നോസ് ആണ്. വളരെ വൈഡായിട്ടുള്ള ഒരു മൂക്കാണ് ആഫ്രിക്കൻ നോസ് എന്ന് പറയുന്നത്. നോസ് ബ്രിഡ്ജും വളരെ വൈഡായിരിക്കും. അതുപോലെ തന്നെ നോസ്ട്രിൽസ്, നോസ് ടിപ്പ് ഇതെല്ലാം വളരെ വൈഡായിരിക്കും. കുറച്ച് പരന്ന ടൈപ്പ് മൂക്കാണ് ആഫ്രിക്കൻ നോസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് നോസ് നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലും പല സ്ഥലത്തും നമുക്കിത് കാണാൻ സാധിക്കും. അടുത്തത് ഫ്ലഷി നോസാണ്. വളരെയധികം വലിപ്പമുള്ളതും അൺഈവൻ ആയിട്ടുള്ളതും ഉരുണ്ടതുമായിട്ടുള്ള മൂക്കുകളാണ് ഫ്ലഷി നോസ് എന്ന് പറയുന്നത്. ഫ്ലഷി നോസും നമ്മൾ ഏറ്റവും കൂടുതൽ ദ്രവിഡിയൻസിലാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചില നോർത്ത് ഇന്ത്യൻസിലുമൊക്കെ ഫ്ലഷി നോസ് കാണാറുണ്ട്. അത് വളരെ അൺഈവൻ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് കറക്റ്റ് ആയിരിക്കില്ല. അവിടെ ഇവിടെയൊക്കെ മുഴച്ചിരിക്കുന്ന പോലുള്ളൊരു ആകൃതി ആയിരിക്കും ഫ്ലഷി നോസിനുള്ളത്. അടുത്തത് ഫ്ലാറ്റ് നോസ് ആണ്. ഫ്ലാറ്റ് നോസ് എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ ബ്രിഡ്ജ്, നമ്മുടെ ഈ നമുക്ക് എല്ലാവർക്കും ഈ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന നമ്മുടെ ഈ നോസ് ബ്രിഡ്ജ് അത് ഫ്ലാറ്റ് ആയിരിക്കും. ഇവരുടെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് ഈ നോസ്ട്രിൽസ്, അതുപോലെ നോസ് ടിപ്പ്, ഈ ഒരു ഏരിയ മാത്രം, മൂക്കിൻ്റെ താഴ്ഭാഗത്തുള്ള ഏരിയ മാത്രമായിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. മൂക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള നോസ് ബ്രിഡ്ജ് നമുക്കെല്ലാം പുറത്തേക്കാണ് നോസ് ബ്രിഡ്ജിൻ്റെ പ്രൊജക്ഷൻ എങ്കിൽ അവരുടെ കുറച്ച് കേർവ്ഡ് ഷേപ്പിൽ അകത്തേക്ക് കേർവ് ചെയ്ത രീതിയിലായിരിക്കും നോസ് ബ്രിഡ്ജ് ഇരിക്കുന്നത്. അതിനാണ് ഫ്ലാറ്റ് നോസ് എന്ന് പറയുന്നത്. അടുത്തത് ഈ ഫ്ലാറ്റ് നോസ് തന്നെ കുറച്ച് വൈഡായിട്ടുള്ള ഫ്ലാറ്റ് നോസ് ഉണ്ട്. ഈ നോസ് ടിപ്പും നോസ്ട്രിൽസും നല്ല രീതിയിൽ വൈഡായിരിക്കും. അവരുടെ മുഖത്തിൻ്റെ നല്ലൊരു ഏരിയ ഈ നോസ്ട്രിൽസും നോസ് ടിപ്പും കൊണ്ട് കവറാവും. ഫ്ലാറ്റ് നോസ് തന്നെ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള നോസ് ടിപ്പും നോസ്ട്രിൽസും ഉള്ളതാണ് വൈഡ് ഫ്ലാറ്റ് നോസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 10 നോസ് ടൈപ്പുകൾ. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്.
അപ്പോൾ അത് നല്ല രീതിയിൽ മാത്രം എടുക്കുക. മറ്റുള്ളവരെ കളിയാക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ച് കാണാനായിട്ട് അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ഐ ആം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.